നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിയിലേക്ക്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു CCTV ഓഫീസ് സന്ദർശിച്ചു. ആലത്തൂർ മണ്ഡലത്തിൽ BJPക്ക് അനുകൂലമായ തരംഗമെന്ന സ്ഥാനാർത്ഥി. ക്ഷേത്രനടയിൽ വോട്ടഭ്യർത്ഥന നടത്തി K മുരളീധരൻ. കരുവന്നൂർ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തണമെന്ന K മുരളീധരൻ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം പോകുന്നത് പതിവാകുന്നു. നാട്ടുകാർ പിടികൂടിയ മോഷ്ടാവിനെ പോലീസ് വിട്ടയച്ചു. പോലീസിനെതിരെ പ്രതിഷേധം ശക്തം. അമിതഭാരം കയറ്റിവരികയായിരുന്ന ടോറസ് ലോറികൾ കുന്നംകുളം പോലീസ് പിടികൂടി. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അക്കിക്കാവിൽ നിന്നാണ് ലോറികൾ പിടികൂടിയത്. നാനാജാതി മതസ്ഥരുടെയും ആശ്രയവും വിശ്വാസവുമായ എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആരംഭിച്ചു. തിരുനാൾ ആഘോഷം ബുധനാഴ്ച രാവിലെ 10 മുതൽ CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. വാർത്തയിൽ ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകൾ. ആലത്തൂർ മണ്ഡലത്തിൽ BJPക്ക് അനുകൂലമായ തരംഗമെന്ന സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു. CCTV ഓഫീസ് സന്ദർശിച്ച ശേഷം പ്രത്യേക അഭിമുഖത്തിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. മണ്ഡലത്തെ മാറി മാറി പ്രതിനിധീകരിച്ച ഇരുമുന്നണികളോടും ജനത്തിന് അവജ്ഞയാണ്. വലിയ വികസന മുരടിപ്പാണ് ഇവിടെ കാണാനായി സാധിക്കുക. ഈ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ BJPയുടെ പ്രതിനിധി പാർലമെന്റിലെത്തണം. ഡോക്ടർ TN സരസു പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഇനിയും മോദിജിയിൽ കൂടെ മാത്രമേ അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിട്ടാൽ, അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിടുന്നതെന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചു വിടുന്നതും അദ്ദേഹത്തിനെ ജയിപ്പിച്ചു വിടുക തന്നെയാണ്. അപ്പോൾ അതിൽ കൂടെ മാത്രമേ ഇനി നമ്മുടെ നാടിന് രക്ഷയുള്ളൂ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം വൈകിയത് പ്രചരണത്തെ ബാധിക്കില്ല. കാർഷിക പ്രാധാന്യമുള്ള മണ്ഡലത്തോട് നിലവിലെ MP കടുത്ത അവഗണനയാണ് കാണിച്ചത്. ചെലവാക്കിയ ഫണ്ടിന്റെ കണക്കിലും പിശകുകളുണ്ട് എന്നും അവർ പറഞ്ഞു. ഈ ആലത്തൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഈ സ്ഥാനാർത്ഥി നിർണയം പ്രഖ്യാപനಕ್ಕೆ കുറച്ച് വൈകി. ഇതെന്തെങ്കിലും തരത്തിൽ പ്രചരണത്തെ ബാധിക്കുന്നു തോന്നുന്നു? ഒരിക്കലുമില്ല. അല്ല, ഞാൻ ഈ മേഖലയിൽ ഇന്നായിരിക്കും സജീവമായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഓരോ സ്ഥലത്തല്ലേ ഒരു ദിവസം പോകാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ദിവസം എല്ലാ സ്ഥലത്തും കൂടെ പോകാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ജയിക്കുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഇവിടെ വെള്ളമില്ലാതായി എന്ന് പറയുന്നത്, ഇവിടുത്തെ കൃഷി നശിച്ചു തുടങ്ങിയെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. ഈ വർഷങ്ങൾക്ക് മുമ്പ് എത്ര കാലം ഇവിടുത്തെ ഇടതും വലതും ഇവിടെ മാറി മാറി ഭരിച്ചു. അപ്പം നമ്മൾ ഇത്രയും കാലം പരീക്ഷിച്ചു, മാറി മാറി ഇവരെ രണ്ടു കൂട്ടരെയും പരീക്ഷിച്ചു. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ച് പ്രചരണത്തെക്കുറിച്ച് ചോദിച്ചത് വലിയ ഭാഗ്യമായി കാണുന്നു. സഹകരണ ബാങ്കുകളിലെ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായി BJP സ്ഥാനാർത്ഥി പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് മോദിജിയുടെ വിളി വന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഇങ്ങനെ വിളി വന്നിട്ടുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ BJP നേതാക്കന്മാരുണ്ടായിരിക്കാം, പക്ഷെ സ്ഥാനാർത്ഥികളുണ്ടാവില്ല. പൊതുവെ മോദിജി എന്താണ് പറഞ്ഞത്? സരസുജി സുഖമാണോ എന്നൊക്കെ ചോദിച്ച് എന്താണ് കൂടുതലായിട്ടും പറഞ്ഞത്? അത് നിങ്ങൾ എല്ലാവരും കേട്ട കാര്യമാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി എന്തിനാ എന്നോട് ചോദിക്കുന്നത്? സരസുജി സുഖമാണോ എന്ന് ചോദിച്ചു. ഞാൻ സുഖമാണെന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി അത് കേട്ടിട്ട്. ബാങ്കിൻ്റെ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞതാണ്. അതായത് നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് ഈ സഹകരണ ബാങ്ക് തട്ടിപ്പെന്ന് പറയുന്നത്. പലർക്കും ആ പൈസ കിട്ടാതെ ട്രീറ്റ്മെൻറ്റ് പോലും നടത്താതെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട്. എത്ര പൈസയാണോ ഇട്ടത് ആ പൈസകൾ മുഴുവനും അവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ടുള്ള നടപടികൾ ഞാൻ എടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞ് നിങ്ങളെല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും കൂടെ ചേർത്ത് ജനറലായിട്ടാണ് ഞാൻ സഹകരണ ബാങ്കുകൾ എന്ന് പറഞ്ഞത്. CPM ഭരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. പ്രാദേശിക ചാനൽ നിരോധനം സംബന്ധിച്ച ചോദ്യത്തിന് കേന്ദ്ര സർക്കാർ തൊഴിലാളികളോട് അനീതി കാണിക്കില്ലെന്നും ന്യൂനപക്ഷങ്ങളെ അനാവശ്യമായി CPMഉം കോൺഗ്രസും ഭയപ്പെടുത്തുകയാണെന്നും ഡോക്ടർ TN സരസു കൂട്ടിച്ചേർത്തു. ഒരു കൂട്ടരുടെ തൊഴിൽ നശിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും തൊഴിൽ കൊടുക്കാനാണ് മോദിജി ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടരുടെ ഉപജീവന മാർഗം നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ CCTV ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥിയെ CCTV ഡയറക്ടർ ബോർഡ് ചെയർമാൻ KC ജോൺസൺ, ഡയറക്ടർമാരായ KM എഡ്വിൻ, PM സോമൻ, CS സുരേഷ്, ജനറൽ മാനേജർ സിൻഡോ ജോസ്, കോർഡിനേറ്റർ ജോസ് മാളിയക്കൽ, സീനിയർ ന്യൂസ് എഡിറ്റർ PS ടോണി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. CCTVയുടെ വിവിധ വിഭാഗങ്ങൾ സന്ദർശിച്ച സ്ഥാനാർത്ഥി കേബിൾ TV, ബ്രോഡ്ബാൻഡ് സേവനത്തെക്കുറിച്ചും കേന്ദ്രീകൃത ഓഫീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞ വോട്ടഭ്യർത്ഥിച്ചാണ് മടങ്ങിയത്. ഇലക്ഷൻ ഡെസ്ക് CCTV.
പാർലമെന്റ് UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഗുരുവായൂർ ക്ഷേത്രനടയിൽ പര്യടനം നടത്തി. പടിഞ്ഞാറേ നടയിൽ സംഗമം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് കിഴക്കേ നട അപ്സര ജംഗ്ഷൻ വരെ മുഴുവൻ കടകളിലും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിച്ചു. ക്ഷേത്ര ദർശനത്തിനെത്തിയവരും വഴിപാട് കൌണ്ടറുകളിൽ പ്രസാദം വാങ്ങാനെത്തിയവർ കെ മുരളീധരന് ആശീർവാദം നൽകി. ഭക്തർ കൊന്നപ്പൂവ്, കണ്ണന്റെ ചിത്രങ്ങൾ, മയിൽപീലി, ഓടക്കുഴലുകൾ തുടങ്ങിയവ നൽകി സ്നേഹം പങ്കുവച്ചു. UDF നേതാക്കളായ CH റഷീദ്, O അബ്ദുറഹ്മാൻ കുട്ടി, അഡ്വക്കേറ്റ് TS അജിത്, അരവിന്ദൻ പല്ലത്ത്, OKR മണികണ്ഠൻ, CA ഗോപപ്രതാപൻ, R രവികുമാർ, KV ഷാനവാസ്, CS സൂരജ്, നിഖിൽ G കൃഷ്ണൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു എരുമപ്പെട്ടി മേഖലയിൽ പര്യടനം നടത്തി. രാവിലെ 8 മണിക്ക് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത്. ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ BJP കുന്നംകുളം എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റുമാരായ സുഭാഷ് പാക്കത്ത്, സുഭാഷ് ആദൂർ എന്നിവർ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. തുടർന്ന് എരുമപ്പെട്ടി, വേലൂർ, കടങ്ങോട് പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. BJP സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ E ചന്ദ്രൻ, K ഗിരീഷ് മാസ്റ്റർ, ജില്ലാ സെക്രട്ടറി ധന്യ രാമചന്ദ്രൻ, BDJS കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് AC സുനിൽകുമാർ, വനിതാ സംഘം പ്രസിഡന്റ് ശോഭന ലക്ഷ്മണൻ, രാജേഷ് കുട്ടഞ്ചേരി, അഭിലാഷ് കടങ്ങോട്, മണികണ്ഠൻ കോട്ടപ്പടി, PJ ജെബിൻ, ശ്രീജിത്ത് കമ്പിപ്പാലം, MR ശശിധരൻ, PR വാസുദേവൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. കണ്ടാണശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളിൽ ആവേശോജ്വല സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ. മണലൂർ നിയോജകമണ്ഡലം പര്യടനത്തിന്റെ ഭാഗമായാണ് കണ്ടാണശ്ശേരി, ചൂണ്ടൽ പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹൃദ്യമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയത്. മനക്കൊടി ആശാരിമൂലയിൽ നിന്ന് രാവിലെ ആരംഭിച്ച പര്യടനം രാത്രി ഏറെ വൈകിയാണ് ചൂണ്ടൽ പഞ്ചായത്തിലെ പയ്യൂർ മദ്രസയ്ക്ക് സമീപം സമാപിച്ചത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ നിശ്ചയിച്ച സമയത്തിൽ നിന്നും ഏറെ വൈകിയാണ് എത്തിയതെങ്കിലും സ്വീകരണ കേന്ദ്രങ്ങളിൽ നിരവധി പേരാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെത്തിയത്. തൈക്കാട് മേഖലയിലെ പര്യടനത്തിന് ശേഷം ചൊവ്വല്ലൂർ സെന്ററിലായിരുന്നു കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ആദ്യ സ്വീകരണം. പടക്കം പൊട്ടിച്ചും മുദ്രാവാക്യം മുഴക്കിയുമാണ് പ്രദേശവാസികൾ സുനിൽകുമാറിനെ വരവേറ്റത്. തുടർന്ന് കൂനമുച്ചി സെന്ററിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. കൂനമുച്ചിയിൽ നിന്ന് മറ്റം സെന്ററിലേക്ക് വാദ്യമേളത്തിന്റെയും നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് സുനിൽകുമാറിനെ ആനയിച്ചത്. തുടർന്ന് ആളൂർ സെന്ററിലെത്തിയ സ്ഥാനാർത്ഥിയെ കണിക്കൊന്നപ്പൂക്കളും പൂത്താലങ്ങളുമായാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വൻ ജനാവലി വരവേറ്റത്. ചൂണ്ടൽ പഞ്ചായത്തിലെ സ്വീകരണ കേന്ദ്രങ്ങളായ പെരുമണ്ണ്, മത്തനങ്ങാടി, മണലി, വെട്ടുകാട് എന്നിവിടങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. രാത്രി 10 മണിയോടെ അവസാന സ്വീകരണ കേന്ദ്രമായ പയ്യൂർ മദ്രസയ്ക്ക് സമീപത്ത് സ്ഥാനാർത്ഥി എത്തുമ്പോൾ വൻ ജനാവലിയാണ് പ്രിയപ്പെട്ട സുനിൽകുമാറിനെ സ്വീകരിക്കാനായി കാത്തിരുന്നത്. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും ചുരുങ്ങിയ വാക്കുകളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇടതുപക്ഷം വിജയിക്കേണ്ടതിന്റെ അനിവാര്യതയും ഊന്നിപ്പറഞ്ഞാണ് സുനിൽകുമാർ വോട്ട് അഭ്യർത്ഥിച്ചത്. എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും തനിക്ക് വോട്ട് ചെയ്തതുകൊണ്ട് വോട്ടർമാർക്ക് തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ലെന്നും മാത്രം ഉറപ്പു നൽകുന്നതായി അറിയിച്ചാണ് ഹ്രസ്വമായ പ്രസംഗം അവസാനിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തെ മതേതരത്വവും ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും സംരക്ഷിക്കുക എന്ന ഏറ്റവും ശക്തമായ അടിയുറച്ച നിലപാടുമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് LDF. ഇവിടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ 10-15 കൊല്ലക്കാലം MLA മന്ത്രിയുമൊക്കെ ആയിരുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വന്ന ജനങ്ങളോട് പറയുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയിൽ സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടുകൂടിയും അത് നിർവഹിക്കാൻ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് പ്രയത്നിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. സ്വീകരണ കേന്ദ്രങ്ങളിൽ ഉഷ പ്രഭുകുമാർ, TA മുഹമ്മദ് ഷാഫി, BN സുർജിത്ത്, ഷൈനി കൊച്ചുദേവസി, KK മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുമുന്നണി നേതാക്കളായ KF ഡേവിസ്, TV ഹരിദാസ്, VR മനോജ്, രാകേഷ് കണിയാമ്പറമ്പിൽ, AV വല്ലഭൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. കരുവന്നൂർ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തണമെന്ന് K മുരളീധരൻ. ശക്തൻ മാർക്കറ്റിൽ പര്യടനത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. കരുവന്നൂരിലെ ED അന്വേഷണം വെറും നാടകമാണെന്ന് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പറഞ്ഞു. ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. വൈകാതെ ഇക്കാര്യങ്ങൾ പുറത്തുവരും. ഇതുവരെ സജീവമായി രംഗത്ത് നിന്നവർ പലരും ഇനി നിശബ്ദരാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ നിഷ്പക്ഷമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ED നടത്തുന്ന അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ തൃശൂരും തിരുവനന്തപുരം താമര വിരിയിക്കാനുള്ള BJP-യുടെ തന്ത്രം മാത്രമാണ് ED അന്വേഷണം. ഇത് ഞങ്ങൾക്കും ജനങ്ങൾക്കും അറിയാം. ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ വിലപ്പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം ഒരു ഡീലുണ്ടാക്കുക എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് അയക്കുന്നത്. അല്ലെങ്കിൽ
ED നോട്ടീസ് എത്രയും അയക്കാൻ തുടങ്ങിയിട്ട് കഴിവുണ്ട്. ഇവിടെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എൻക്വയറി വേണം, അതല്ലാതെ ഈ പ്രശ്നം അവസാനിക്കില്ല. ഏതായാലും ജൂൺ 4 കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ തികച്ചും നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അതുവരെ ഈ EDയും KDയുടെയും നടപടികൾ ഇവിടെ ആവശ്യമില്ല. കാരണം അവരെ കൊണ്ട് യാതൊരു ഉപകാരമില്ല. പേടിപ്പിച്ച് വോട്ടുണ്ടാക്കി മോഡിക്ക് വോട്ടുണ്ടാക്കി കൊടുക്കാനാണ് ഈ നോട്ടീസ്. അതുകൊണ്ട് ഇതിന് ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. ജൂൺ 4 ശേഷം ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമ്പോൾ കേസിൻ്റെ യാഥാർത്ഥ്യം മെറിറ്റ് പരിശോധിച്ച് ശക്തമായിട്ടുള്ള നടപടികൾ അന്ന് സ്വീകരിക്കും. പക്ഷേ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. അവിടെ ആ ബാങ്കിൽ നിക്ഷേപിച്ച നിക്ഷേപകരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്ക്, അത് അദ്ദേഹം നിർവഹിക്കണം. ആലത്തൂർ ലോക്സഭാ മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുന്നതിനായി എരുമപ്പെട്ടി പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തുറന്നു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ TK ദേവസി എരുമപ്പെട്ടി സൌത്ത് ഇന്ത്യൻ ബാങ്കിന് മുൻവശത്തുള്ള ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. UDF എരുമപ്പെട്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ NK കബീർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ അമ്പലപ്പാട്ട് മുരളീധരൻ, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി PS സുനീഷ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ KR രാധിക, ഷെഫീന അസീസ്, മുസ്ലിം ലീഗ് നേതാവ് കബീർ കാഞ്ഞിരക്കോട്, ഗോവിന്ദരാജ്, AV ദേവസി, പഞ്ചായത്ത് അംഗങ്ങളായ MC ഐജു, MK ജോസ്, സുധീഷ് പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജേഷ് നെല്ലുവായ്, അനിത വിൻസെന്റ്, രഘു കരിയന്നൂർ, നജീബ് കൊമ്പത്തേയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഗുരുവായൂർ മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. ഏങ്ങണ്ടിയൂരിൽ നിന്ന് ആരംഭിച്ച പര്യടനം ചാവക്കാട്, കടപ്പുറം, ബേബി റോഡ്, മണത്തല, തിരുവത്ര, എടക്കഴിയൂർ, മന്നലാംകുന്ന്, വടക്കേക്കാട്, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ഒരുമനയൂർ, മുത്തമാവിൽ സമാപിച്ചു. NK അക്ബർ MLA, മുൻ MLA KV അബ്ദുൾ ഖാദർ, ഗീതാ ഗോപി, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, TV സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ, TT ശിവദാസ് തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ചാവക്കാട് മേഖലയിൽ പര്യടനം നടത്തി. ഗുരുവായൂർ സന്ദർശിച്ചതിനു ശേഷമാണ് ചാവക്കാട് എത്തിയത്. ബ്ലാങ്ങാട് നിന്ന് ആരംഭിച്ച പര്യടനത്തിൽ ഫിഷറീസ് കോളനി, അഞ്ചങ്ങാടി, നാലുമണിക്കാറ്റ്, എടക്കഴിയൂർ, പുത്തൻ കടപ്പുറം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. പര്യടനം ചാവക്കാട് ടൌണിൽ സമാപിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഗുരുവായൂർ മണ്ഡലം ചെയർമാൻ CH റഷീദ്, കൺവീനർ KV ഷാനവാസ്, O അബ്ദുറഹ്മാൻകുട്ടി, നേതാക്കളായ ഫൈസൽ കാനാപ്പുള്ളി, CA ഗോപപ്രതാപൻ, KV സത്താർ, യൂസഫ് അലി, അഷ്റഫ് ബാങ്ലാട്, അനിത ശിവൻ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. പുന്നേർകുളം മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി K മുരളീധരൻ ആൽത്തറയിൽ റോഡ് ഷോ നടത്തി. പുന്നേർകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ എത്തിയ സ്ഥാനാർത്ഥി പുന്നേർകുളം പഞ്ചായത്ത് കാര്യാലയം വരെയാണ് റോഡ് ഷോ നടത്തിയത്. തുടർന്ന് പഞ്ചായത്തിൽ പ്രവേശിച്ച് ജീവനക്കാരോടും പഞ്ചായത്തിൽ എത്തിയവരോടും വോട്ട് അഭ്യർത്ഥിച്ചു. ഉപ്പുങ്ങൽ, വടക്കേ പുന്നയൂർ, KP നമ്പൂതിരീസ്, കൊച്ചന്നൂർ എന്നിവിടങ്ങളിലും പര്യടനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു. O അബ്ദുറഹ്മാൻകുട്ടി, VK ഫസലുൽ അലി, AM അലാവുദ്ദീൻ, P ഗോപാലൻ തുടങ്ങി കോൺഗ്രസ് ലീഗ് നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. PP ബാബുവിന്റെയും KH റാഫിയുടെയും നേതൃത്വത്തിൽ നടത്തിയ റോഡ് ഷോയിൽ നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു ടീച്ചറുടെ ആദ്യഘട്ട പ്രചരണത്തിന് വേലൂർ പഞ്ചായത്തിൽ തുടക്കമായി. രാവിലെ 10 മണിക്ക് പോസ്റ്റ് ഓഫീസ് സെന്ററിൽ 100ഓളം പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ സ്വീകരണം നൽകി. പോസ്റ്റ് ഓഫീസ് സെന്ററിലെ മുഴുവൻ കടകളിലും ഓട്ടോ, കാർ പാർക്കിംഗിലെയും മുഴുവൻ വോട്ടർമാരെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചതിന് ശേഷമാണ് സ്ഥാനാർത്ഥി പര്യടനം അവസാനിപ്പിച്ചത്. BJP വേലൂർ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ ഷോൾ അണിയിച്ചു. മഹിളാ മോർച്ചയ്ക്ക് വേണ്ടി വാർഡ് മെമ്പർ രേഷ്മ സുധീഷ്, സതി വെള്ളാറ്റഞ്ഞൂർ, ന്യൂനപക്ഷ മോർച്ചയ്ക്ക് വേണ്ടി വിൻസെന്റ് വേലൂർ, കർഷക മോർച്ചയ്ക്ക് വേണ്ടി അച്യുതൻ കുറുമാൽ, ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട്, BMS ഓട്ടോ തൊഴിലാളിക്ക് വേണ്ടി സന്തോഷ് കക്കാട്ടിൽ, പോൾ തേർമഠം, ജനറൽ സെക്രട്ടറി സുരേഷ് തിരുത്തിയിൽ, മറ്റ് സംഘടനാ ചുമതലക്കാരും മുതിർന്ന പ്രവർത്തകരും സ്ഥാനാർത്ഥി പര്യടനത്തിന് നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം പോകുന്നത് പതിവാകുന്നു. സഹികെട്ട നാട്ടുകാർ പിടികൂടിയ മോഷ്ടാവിനെ പോലീസ് വെറുതെ വിട്ടയച്ചു. സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ക്ഷേത്രത്തിന്റെ 4 നടകളിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ 2 ആഴ്ചയായി പണവും സാധനങ്ങളും മോഷണം പോകുന്നത്. നിരവധി പേർ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും മോഷ്ടാവിനെ പിടികൂടാനായിരുന്നില്ല. മോഷണ സമയത്തെ CCTV ദൃശ്യങ്ങളും പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളും നാട്ടുകാർ പോലീസിന് കൈമാറിയിരുന്നു.
ദിവസങ്ങൾ പിന്നിട്ടിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാനാകാത്തതിനെ തുടർന്ന് നാട്ടുകാർ മോഷ്ടാവിനു വേണ്ടി വലവിരിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ പടിഞ്ഞാറേനടയിൽ പാർക്ക് ചെയ്ത ഇരുചക്ര വാഹനത്തിൽ നിന്ന് പണം മോഷ്ടിക്കുന്നതിനിടെ നാട്ടുകാർ മോഷ്ടാവിനെ കൈയോടെ പിടികൂടി പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് എത്തിയെങ്കിലും മോഷ്ടാവിനെ കസ്റ്റഡിയിലെടുക്കാൻ തയ്യാറായില്ല. മോഷ്ടാവിന്റെ മൊബൈൽ ഫോൺ വാങ്ങിയ ശേഷം സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് നിർദ്ദേശം നൽകി. മോഷ്ടാവിനെ ജീപ്പിൽ കയറ്റാൻ വിസമ്മതിച്ച പോലീസ് നാട്ടുകാരുടെ വാഹനത്തിൽ സ്റ്റേഷനിൽ എത്തിക്കാനും ആവശ്യപ്പെട്ടു. നാട്ടുകാർ മർദ്ദിച്ച് അവശനാക്കിയതിനാലാണ് മോഷ്ടാവിനെ കസ്റ്റഡിയിൽ എടുക്കാതിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. സംഭവം വിവാദമായതോടെ മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കഴിഞ്ഞില്ല. പോലീസിന് പിടികൂടാൻ കഴിയാതിരുന്ന മോഷ്ടാവിനെ നാട്ടുകാർ പിടിച്ചു നൽകിയിട്ടും നടപടിയെടുക്കാതിരുന്ന പോലീസ് നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ. കുന്നംകുളം കാണിപ്പയ്യൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച അപകടം. ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. കേച്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കാർ വരുന്നത് കണ്ട് ബൈക്ക് യാത്രികൻ ബൈക്കിൽ നിന്ന് ചാടിയതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തിൽ ബൈക്ക് കാറിനടിയിലേക്ക് ഇടിച്ചു കയറി. നാട്ടുകാരും യൂണിയൻ തൊഴിലാളികളും ചേർന്നാണ് കാറിനടിയിൽ കുടുങ്ങിയ ബൈക്ക് പുറത്തെടുത്തത്. അമിതഭാരം കയറ്റിവരികയായിരുന്ന ടോറസ് ലോറികൾ കുന്നംകുളം പോലീസ് പിടികൂടി. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അക്കിക്കാവിൽ പരിശോധന നടത്തുന്നതിനിടെയാണ് 4 ടോറസ് ലോറികൾ പിടികൂടിയത്. മണ്ണുമായി പോകുകയായിരുന്ന ടോറസ് ലോറികളാണ് പിടിച്ചെടുത്തത്. വാഹനത്തിന് പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും വരും ദിവസങ്ങളിലും മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 86ാം തിരുനാളിനോടനുബന്ധിച്ചുള്ള സ്മരണിക പ്രകാശനം ചെയ്തു. വികാരി ഫാദർ ഷാജു ഊക്കൻ, തിരുനാൾ ജനറൽ കൺവീനർ CT ഫ്രാൻസിസ്, മാനേജിംഗ് ട്രസ്റ്റി KF സൈമൺ എന്നിവർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിച്ചു. കൺവീനർ PT സേവി, ജോയിന്റ് കൺവീനർ അരുൺ വർഗീസ് M എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് സ്മരണിക പുറത്തിറക്കിയത്. ഏപ്രിൽ 12, 13, 14, 15, 16 തീയതികളിലാണ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ. ബിഷപ്പുമാരുൾപ്പെടെയുള്ളവരുടെ തിരുനാൾ സന്ദേശങ്ങളും നിത്യസഹായ മാതാവിന്റെ ചിത്രവും അതിന്റെ സൂചികകളും തിരുനാൾ സ്മരണികയുടെ സവിശേഷതകളാണ്. തീർത്ഥകേന്ദ്രത്തിന്റെ ചരിത്രവും നവനാൾ തിരുകർമ്മങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ സ്മരണിക. നാനാജാതി മതസ്ഥരുടെയും ആശ്രയവും വിശ്വാസവുമായ എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആരംഭിച്ചു. ഇടവക മധ്യസ്ഥൻ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യനോസിന്റെയും 106ാമത് സംയുക്ത ഊട്ടുതിരുനാളാണ് ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത്. ഇന്ന് രാവിലെ ആഘോഷമായ പാട്ടുകുർബാന, ലതീഞ്ഞ്, നൊവേന, പ്രസുതന്തി വാഴ്ച, കൂടുതുറക്കൽ ശുശ്രൂഷ, അമ്പ്, വള, എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ മുഖ്യ കാർമ്മികനായി. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ സഹകാർമ്മികനായി. രാത്രിയിൽ അമ്പ്, വള, മഹാ ബാൻഡുമേളം എന്നിവ നടക്കും. നാളെ രാവിലെ ഊട്ടുവെഞ്ചിരിപ്പ് നടക്കും. ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികനാകും. രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ മാത്യു ഒലിക്കൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ബിജോയ് പൊൻപറമ്പിൽ സന്ദേശം നൽകും. വൈകിട്ട് 4-ന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് കാർമ്മികനാകും. വൈകിട്ട് 5-ന് നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ വെള്ളക്കുതിരയുടെ പുറത്ത് പുണ്യാളനെ എഴുന്നള്ളിക്കും. വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കൺവീനർ CD ജോസഫ്, ജോയിന്റ് കൺവീനർ ബേബി കാവീട്ടിൽ, കൈക്കാരൻ വർഗീസ് നീലങ്കാവിൽ, PV ബാബു, AT ജോസഫ്, പബ്ലിസിറ്റി കൺവീനർ വിപിൻ വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കാട്ടക്കാമ്പാൽ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പുഞ്ചകൃഷി ചെയ്യുന്ന കോൾപ്പടവുകളിലൊന്നായ ചിറ്റത്താഴം കോൾപ്പടവിൽ നെല്ല് സംഭരണം അവസാന ഘട്ടത്തിലെത്തി. ബുധനാഴ്ചയോടെ കൊയ്ത്ത് പൂർത്തിയാകുമെന്ന് കോൾപ്പടവ് പ്രസിഡന്റ് KM മുഹമ്മദ് ഹനീഫ, സെക്രട്ടറി AY ഹമീദ് എന്നിവർ പറഞ്ഞു. 220 ഏക്കർ പാടത്താണ് ഉമാവിത്ത് കർഷകർ കൃഷി ചെയ്തത്. ഏക്കറിന് 2700 മുതൽ 3000 കിലോ നെല്ലാണ് ശരാശരി ലഭിച്ചത്. കൊയ്തെടുത്ത നെല്ല് ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ കൂട്ടിയിട്ടതിനു ശേഷം ചാക്കുകളിലാക്കി നെല്ല് സംഭരിക്കുകയാണ് ചെയ്യുന്നത്. സപ്ലൈകോയ്ക്ക് വേണ്ടി സ്വകാര്യ മില്ലുകളാണ് നെല്ല് സംഭരിക്കുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വൈക്കോൽ സംഭരണവും പുരോഗമിക്കുകയാണ്. പുന്നയൂർ പഞ്ചായത്ത് മന്നലാംകുന്ന് ബീച്ചിൽ കുട്ടികൾക്കുള്ള പാർക്ക് നവീകരണം ആരംഭിച്ചു. 2017 ജില്ലാ പഞ്ചായത്തിന്റെയും പുന്നയൂർ പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികളുടെ പാർക്ക് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ കൊറോണയുടെയും ചില സാങ്കേതിക കാരണങ്ങളാലും നിർമ്മാണം മന്ദഗതിയിലാവുകയും തുടർ പ്രവർത്തനം ബാക്കി നിൽക്കെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. പിന്നീട് ഫണ്ട് വിലയിരുത്തുകയും ഗേറ്റ്, കട്ടവിരിക്കൽ, കഫേ കൌണ്ടർ, ഇരിപ്പിടങ്ങൾ, അലങ്കാരച്ചെടികൾ വെച്ച് പിടിപ്പിക്കൽ തുടങ്ങി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു.
എന്നാൽ പരിപാലിക്കാൻ ആളില്ലാതെ ചെടികൾ ഉണങ്ങുകയും കഫേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തനം നടത്തുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. നിലവിൽ 30 ലക്ഷം രൂപ ചിലവിട്ടാണ് പാർക്കിലെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത്. ഇതിൽ 20 ലക്ഷം രൂപ പാർക്കിലേക്കുള്ള കളി ഉപകരണങ്ങൾ സ്ഥാപിക്കുന്നതിനും അലങ്കാര പ്രവൃത്തികൾക്കുമാണ് വിനിയോഗിച്ചിട്ടുള്ളത്. 10 ലക്ഷം രൂപ ചെലവിൽ ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. പഞ്ചായത്ത് 20 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയുമാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. പുന്നയൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്ന ബീച്ചാണ് മന്ദലാംകുന്ന്. പാർക്കിനോട് ചേർന്ന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി 10 ശുചിമുറികളും ലഘുഭക്ഷണശാലയും നിർമ്മിച്ചിട്ടുണ്ട്. ചെറിയ പെരുന്നാൾ, വിഷു ആഘോഷങ്ങൾ ആരംഭിക്കുന്ന വേളയിൽ ബീച്ചിൽ കാർണിവലും നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാർക്കിന്റെ നവീകരണം നടത്തി കുട്ടികൾക്ക് സമർപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. CCTV ന്യൂസ്, പുന്നയൂർകുളം. കടവല്ലൂർ പഞ്ചായത്തിലെ കോടത്തുംകുണ്ട്, പൊറവൂർ മേഖലയിൽ ലഹരി സംഘങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജനകീയ പ്രതിഷേധ ജ്വാല നടത്തി. ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഗോപിനാഥ് പാലഞ്ചേരി അവതരിപ്പിച്ച ഏകപാത്ര നാടകവും ഉണ്ടായിരുന്നു. ഈ മേഖലയിലെ വീടുകൾക്ക് നേരെ കഴിഞ്ഞ ദിവസവും രാത്രി ചിലർ കുപ്പികൾ എറിഞ്ഞിരുന്നു. പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മന്ദലാംകുന്ന് സർവകക്ഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 3-ന് കളക്ട്രേറ്റ് ധർണ നടത്തും. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ കൊച്ചന്നൂർ മന്ദലാംകുന്ന് PWD റോഡിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് രാവിലെ 10 മണിക്ക് കളക്ട്രേറ്റ് ധർണ നടത്തുന്നത്. TN പ്രതാപൻ ധർണ ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ദലാംകുന്ന് സർവകക്ഷി കൂട്ടായ്മ അംഗങ്ങൾ അറിയിച്ചു. ചാലിശ്ശേരി ക്രിസ്ത്യൻ ബ്രദേഴ്സ് വോയ്സ് ഓഫ് യൂത്ത് പെരുന്നാൾ ആഘോഷ കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചാലിശ്ശേരി പോലീസ് സബ് ഇൻസ്പെക്ടർ VR റനീഷ് സംഗമം ഉദ്ഘാടനം ചെയ്തു. മെമ്പർമാരുടെ അംഗങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും കുഞ്ഞാമ്മ വർഗീസ്, AC ജോർജ് എന്നിവരെയും അനുമോദിച്ചു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി. ചടങ്ങിൽ പ്രസിഡന്റ് ജിൽസ് ഷാജി അധ്യക്ഷനായി. സെക്രട്ടറി ലിയോ അബ്രഹാം, ജോയിന്റ് സെക്രട്ടറി ജസ്വിൻ ജോയ്, PG ഉണ്ണിമോൻ, സാബൂസ് കറിയാച്ചൻ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തമ്പൂർ വാദ്യവും ഫാൻസി വെടിക്കെട്ടും സംഗമത്തിന് മാറ്റേകി. CB ജോബ്, സുമേഷ്, ട്രഷറർ അഖിൽ, ചാരിറ്റി കൺവീനർമാരായ വിമോദ്, C വിൽസൺ, ഷിനോ വർഗീസ് എന്നിവർ സംസാരിച്ചു. കോതച്ചിറ ചിറക്കൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച വേദിയുടെ സമർപ്പണവും കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ കഥകളി നടൻ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ ആദരിക്കലും ഏപ്രിൽ 7-ന് നടക്കും. കോതച്ചിറ ദേശത്തെ സാംസ്കാരിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യമായിരുന്ന നാട്ടുകാർ സ്നേഹബഹുമാനങ്ങളോടെ വർമാജി എന്ന് വിളിച്ചിരുന്ന PK കൃഷ്ണവർമ്മയുടെ സ്മരണയ്ക്കായാണ് ക്ഷേത്രാങ്കണത്തിൽ വേദി നിർമ്മിച്ചിരിക്കുന്നത്. ഏപ്രിൽ 7-ന് വൈകിട്ട് 6 മണിക്ക് കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ വേദിയുടെ സമർപ്പണം നിർവഹിക്കും. എഴുത്തുകാരനും നടനുമായ VK ശ്രീരാമൻ വർമാജി അനുസ്മരണ പ്രഭാഷണം നടത്തും. തുടർന്ന് കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം നേടിയ കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനെ ഗോപിയാശാൻ ആദരിക്കും. ഘോഷയാത്രയോടും മൂഴിക്കുളം ഹരികൃഷ്ണന്റെ അഷ്ടപതിയോടും കൂടി ആരംഭിക്കുന്ന ചടങ്ങിന് ക്ഷേത്രം പ്രസിഡന്റും സംഘാടക സമിതി ചെയർമാനുമായ VM നാരായണൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിക്കും. സാമൂഹിക, സാംസ്കാരിക, കലാമേഖലകളിലുള്ള നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. യോഗാനന്തരം കലാമണ്ഡലം ഗോപിയാശാനും ബാലസുബ്രഹ്മണ്യനും ചേർന്ന് അവതരിപ്പിക്കുന്ന നൃത്ത രാഗഭാവ സമന്വയവും കലാമണ്ഡലം ബാലസുബ്രഹ്മണ്യനും സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന സീതാസ്വയംവരം കഥകളിയും വേദിയിൽ അരങ്ങേറും. പരിപാടികൾക്ക് ക്ഷേത്രം സെക്രട്ടറി V സന്തോഷ്, സംഘാടക സമിതി കൺവീനർ CM വേണുഗോപാൽ, ക്ഷേത്ര ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ദൃശ്യ ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ 2ാമത് സംസ്ഥാനതല അണ്ടർ-16 ക്രിക്കറ്റ് ടൂർണമെന്റ് വ്യാഴാഴ്ച മുതൽ ഞായറാഴ്ച വരെ തൈക്കാട് ഭഗത് സിംഗ് ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിജയികൾക്ക് 1/2 ലക്ഷം രൂപയും ട്രോഫിയും, റണ്ണേഴ്സിന് 25,000 രൂപയും ട്രോഫിയും സമ്മാനമായി നൽകും. വിവിധ ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. വ്യാഴാഴ്ച രാവിലെ 8-ന് നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച വൈകിട്ട് 4:30-ന് ഗുരുവായൂർ ACP C സുന്ദരൻ സമ്മാനദാനം നിർവഹിക്കും. ഫൈനൽ മത്സര ദിനമായ ഞായറാഴ്ച രാവിലെ 7:30-ന് തൃശൂർ ലൂക്സ് ക്രിക്കറ്റ് അക്കാദമിയും ട്രൈഡൻ ക്രിക്കറ്റ് അക്കാദമിയുടെയും വനിതാ ക്രിക്കറ്റ് മത്സരവും ഉണ്ടാകും. ദൃശ്യ പ്രസിഡന്റ് KK ഗോവിന്ദദാസ്, സെക്രട്ടറി R രവികുമാർ, VP ആനന്ദൻ, E അജിത് കുമാർ, P ശ്യാംകുമാർ, അരവിന്ദൻ പല്ലത്ത്, AK രാധാകൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാർഷിക മേഖലയിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ചങ്ങരംകുളത്തെ ഒരു കൂട്ടം യുവാക്കൾ. നെൽകൃഷി പാടെ നിന്നു പോയിരുന്ന പ്രദേശം ഏറ്റെടുത്ത് പൊന്നു വിളയിക്കുകയാണ് ഈ കൂട്ടുകാർ. ഓരോ സീസണിലും അനുയോജ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്താണ് ഇവർ മാതൃക കാണിക്കുന്നത്. നെൽകൃഷിക്ക് ശേഷം വേനൽക്കാലത്ത് നടത്തുന്ന തണ്ണിമത്തനും ഇറാനി മത്തനും ഷമാമും പിന്നെ പച്ചക്കറി ഇനങ്ങളായ
വഴുതന, വെണ്ട, മത്തൻ, തക്കാളി, പയർ, പച്ചമുളക്, കക്കരിക്ക, വെള്ളരി കൂടാതെ പടുതാക്കുളത്തിൽ നിർമ്മിച്ച മത്സ്യകൃഷിയുമാണ് നടത്തിവരുന്നത്. 20 ഏക്കർ സ്ഥലത്താണ് ഇവ കൃഷി ചെയ്തു വരുന്നത്. തോട്ടത്തിന് ഭംഗി വരുത്തി ഇടവിട്ട് സൂര്യകാന്തിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വിളവെടുപ്പ് തുടങ്ങിയത് മുതൽ നമുക്ക് ഏകദേശം 3 ഏക്കറോളമാണ് നമ്മൾ ഈ പൈതൃക കർഷക കൂട്ടായ്മ ഇവിടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഏകദേശം 4 കൊല്ലത്തോളമായി ഞങ്ങൾ ഇവിടെ തണ്ണിമത്തൻ, ഷമാമ്, ഫ്രൂട്ട്സ് ഇനങ്ങൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളും നമ്മുടെ സമീപ പ്രദേശത്തുള്ള ആളുകൾക്ക് നല്ല ഫലങ്ങൾ കഴിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് ഈ പൈതൃക കർഷക കൂട്ടായ്മക്കുള്ളത്. പച്ചക്കറിക്ക് ഫ്രൂട്ടും പുറമെ നമ്മൾ മീൻ കൃഷി ചെയ്യുന്നുണ്ട്. മുൻ വർഷങ്ങളിൽ തിലാപ്പിയും നെട്ടറൊക്കെ ചെയ്തിരുന്നു. ഈ വർഷം ഞങ്ങൾ ആസാം വാഴ ചെയ്തിട്ടുണ്ട്. ആസാം വാഴയും വലാല ചെയ്തിട്ടുള്ളത്. നല്ല വിളവെടുപ്പ് കിട്ടിയിട്ടുണ്ട് പ്രാവശ്യം. മാത്രമല്ല കൂടുതൽ പ്രൊഡക്ടിവിറ്റി മൾച്ചിങ് ഉപയോഗിച്ചിട്ടാണ് ആദ്യം നമ്മൾ നിലക്കൊരുക്കി മൾച്ചിങ് ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊഡക്ടിവിറ്റി നമുക്കുണ്ടാവുന്നതാണ്. കൃഷി ചെയ്ത് വിളവ് വിൽപ്പന നടത്താനായി വിപണന കേന്ദ്രവും തൊട്ടടുത്ത് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. കൃഷിഭവനും ഉദ്യോഗസ്ഥരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാട്ടുകാരും വീട്ടുകാരും ജനപ്രതിനിധികളും മികച്ച പിന്തുണയേകി രംഗത്തുള്ളതാണ് ഇവർക്ക് പ്രചോദനമാകുന്നത്. കാശ് കൊടുത്ത് എക്സൈസ് സെന്ററിൽ പോകുന്നതിനേക്കാൾ നല്ലത് സ്വന്തം ഭൂമിയിലോ പാട്ടത്തിനെടുത്ത ഭൂമിയിലോ അധ്വാനിച്ചാൽ അന്നവും കിട്ടും, ശരീരത്തിന് ആരോഗ്യം കിട്ടും. ഈ സംവിധാനം എല്ലാ പഞ്ചായത്തുകളിലും ഓരോ കൂട്ടായ്മ രൂപീകരിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഈ പ്രദേശത്തെ മാരകമായ അസുഖങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. എയ്യാർ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ വാർഷിക പെരുന്നാളിന് കൊടികയറ്റി. ജോസഫ് കോർ എപ്പിസ്കോപ്പ കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 6, 7 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. ഏപ്രിൽ 6 ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരം, പ്രദക്ഷിണം, ദേശക്കാരുടെ പെരുന്നാൾ. ഏപ്രിൽ 7 പുതു ഞായറാഴ്ച 7:30 പ്രഭാത നമസ്കാരം, 8:30 വിശുദ്ധ കുർബാന, ദേശക്കാരുടെ പെരുന്നാളും ഉണ്ടാകും. വൈകിട്ട് 5:15 പള്ളിയിൽ നിന്നും കുരിശുപള്ളിയിലേക്ക് പെരുന്നാളിന്റെ സമാപന പ്രദക്ഷിണം, തുടർന്ന് ആശീർവാദം, സ്നേഹവിരുന്നും നടക്കും. വടക്കേക്കാട് കല്ലിങ്ങൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനകീയ ഇഫ്താർ സംഗമം നടത്തി. കല്ലിങ്ങൽ മിനാർ മസ്ജിദ് പരിസരത്താണ് ജനകീയ ഇഫ്താർ സംഗമം നടത്തിയത്. പഴയങ്ങാട് മഹല്ല് ഖത്തീബ് അബ്ദുൾ അസീസ് ഫൈസി പ്രാർത്ഥന നടത്തി. കല്ലിങ്ങൽ മദ്രസ സദർ മുഅല്ലിം ഫൈസൽ റഹ്മാനി ആമുഖ പ്രഭാഷണം നടത്തിയ ഇഫ്താർ സംഗമത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിജു പള്ളിക്കര, വാർഡ് മെമ്പർ സനിൽ അപ്പു, കേണൽ CTK മരക്കാർ, കോട്ടയിൽ കുഞ്ഞുമോൻ ഹാജി, പറയങ്ങാട്ടിൽ മുഹമ്മദ് അലി, ഡോക്ടർ ലത്തീഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ജാതിമത ഭേദമന്യേ തലമുറകളെ ഒന്നിച്ചിരുത്തി നടത്തിയ ഇഫ്താർ സംഗമത്തിൽ കല്ലിങ്ങൽ കൂട്ടായ്മ കമ്മിറ്റി പ്രവർത്തകർ നേതൃത്വം നൽകി. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിവന്നിരുന്ന ഗ്രീൻ ഫുൾ ഡേ ഒരു മരം നടാം നാളെയുടെ നന്മയ്ക്കായി എന്ന പദ്ധതിയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ചു. സബ് ഇൻസ്പെക്ടർ VR റനീഷ് മരം നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി ഷാജി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. ഗ്രീൻ ഫുൾ ഡേ ബ്രോഷർ കൈമാറി. SIK അരവിന്ദാക്ഷൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശശി നാരായണൻ, സിവിൽ പോലീസ് ഓഫീസർ PC ജനാർദ്ദനൻ എന്നിവർ നേതൃത്വം നൽകി. വിപണി. ഫർണിച്ചർ വ്യാപാര രംഗത്ത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ഐഫ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചറിന്റെ 35ാമത് ബ്രാഞ്ച് എറണാകുളം ഒക്കലിൽ പ്രവർത്തനം ആരംഭിച്ചു. ലോകോത്തര നിലവാരത്തിലുള്ള ഫർണിച്ചറുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കുവാനുള്ള എറണാകുളം ജില്ലയിലെ ഐഫയുടെ ആദ്യത്തെ ഷോറൂമാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 10ാമത്തെ റീറ്റെയിൽ ഷോറൂമും 35ാമത്തെ ബ്രാഞ്ചുമായ ഐഫയുടെ ഉദ്ഘാടനം സ്ഥാപനോടമ ഫൈസൽ ചീരൻ നിർവഹിച്ചു. ചടങ്ങിൽ ഒക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് KM ഷിയാസ്, സ്ഥാപനത്തിന്റെ ഡയറക്ടർമാർ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വീടുകളിലേക്കും ഓഫീസുകളിലേക്കുമുള്ള എല്ലാത്തരം ഫർണിച്ചറുകളുടെയും വ്യത്യസ്തവും പുതുമയുമാർന്ന ശേഖരമാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. കൂടാതെ ഇന്റീരിയർ വർക്കുകളും ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് ചെയ്തു നൽകുന്നു. മാനുഫാക്ചർ യൂണിറ്റ് ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫർണിച്ചറുകളും നിർമ്മിച്ചു നൽകാനുള്ള സൗകര്യമുണ്ട്. ഹോൾസെയിൽ, റീറ്റെയിൽ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇമ്പോർട്ടിംഗ്, എക്സ്പോർട്ടിംഗ്, ഇന്റീരിയർ, പ്യൂരിഫയർ, ബിൽഡേഴ്സ്, ഹൈപ്പർ മാർക്കറ്റ് എന്നീ മേഖലകളിൽ ഐഫ ഗ്രൂപ്പിന് കേരളത്തിലുടനീളം സ്ഥാപനങ്ങളുണ്ട്. സംസ്ഥാനത്തെവിടെയും ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഓഫറുകളും ആകർഷകമായ സമ്മാനങ്ങളും ഒരുക്കിയിരുന്നു. തവണ വ്യവസ്ഥയിലും ഫർണിച്ചറുകൾ ലഭ്യമാകും. ഐഫ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ, MC റോഡ്, ഒക്കൽ, കാലടി, എറണാകുളം. ഫോൺ 7591999722,
9747000021. കുന്നംകുളം ഫെയർ FC സമ്മർ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിന് കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് തുടക്കമായി. ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അജിത് ചീരൻ, ഫെയർ ഫുട്ബോൾ ക്ലബ്ബ് പ്രസിഡന്റ് സാമുവൽ ജോസ്, വൈസ് പ്രസിഡന്റ് ബിന്ദു ബിജു, എക്സിക്യൂട്ടീവ് മെമ്പർ P. ലൈജു, ക്യാമ്പ് കോർഡിനേറ്റർ നിബു ജോബ് എന്നിവർ പങ്കെടുത്തു. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെയാണ് ക്യാമ്പ് നടക്കുക. 6 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ക്യാമ്പിൽ പെൺകുട്ടികൾക്കുള്ള പരിശീലനം സൗജന്യമാണ്. ഫുട്ബോൾ പരിശീലനത്തോടൊപ്പം ഫിറ്റ്നസ് ട്രെയിനിംഗ്, ബീച്ച് ട്രെയിനിംഗ് സെഷൻ, ഗോൾ കീപ്പർമാർക്കുള്ള പ്രത്യേക പരിശീലനം, സൗഹൃദ മത്സരങ്ങൾ എന്നിവയും നൽകുന്നുണ്ട്. ക്യാമ്പിൽ നിന്നും സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് തൃശൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന അക്കാദമി ലീഗിൽ പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ടായിരിക്കും. ലൈസൻസ് നേടിയ പരിശീലകരുടെ നേതൃത്വത്തിലാണ് കോച്ചിംഗ് ക്യാമ്പ് നടത്തുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6330 രൂപ, പവന് 50,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 82 രൂപ. ചരമം മറ്റം കുന്നത്തുള്ളി ശങ്കുണ്ണി മകൻ മണി നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാർത്തികേയനി ഭാര്യയാണ്. അരുൺ, മിനിക്ഷ എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണം ഉച്ചസ്ഥായിയിലേക്ക്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസു CCTV ഓഫീസ് സന്ദർശിച്ചു. ആലത്തൂർ മണ്ഡലത്തിൽ BJPക്ക് അനുകൂലമായ തരംഗമെന്ന സ്ഥാനാർത്ഥി. ക്ഷേത്രനടയിൽ വോട്ടഭ്യർത്ഥന നടത്തി K. മുരളീധരൻ. കരുവന്നൂർ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിൽ നടത്തണമെന്ന് K. മുരളീധരൻ. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാർക്ക് ചെയ്യുന്ന ഇരുചക്ര വാഹനങ്ങളിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം പോകുന്നത് പതിവാകുന്നു. നാട്ടുകാർ പിടികൂടിയ മോഷ്ടാവിനെ പോലീസ് വിട്ടയച്ചു. പോലീസിനെതിരെ പ്രതിഷേധം ശക്തം. അമിതഭാരം കയറ്റിവരികയായിരുന്ന ടോറസ് ലോറികൾ കുന്നംകുളം പോലീസ് പിടികൂടി. സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അക്കിക്കാവിൽ നിന്നാണ് ലോറികൾ പിടികൂടിയത്. നാനാജാതി മതസ്ഥരുടെയും ആശ്രയവും വിശ്വാസവുമായ എരുമപ്പെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആരംഭിച്ചു. തിരുനാൾ ആഘോഷം ബുധനാഴ്ച രാവിലെ 10 മുതൽ CCTV പ്രാദേശികം ചാനലിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.